ഹലോ, എല്ലാ കൂട്ടുകാരും സുഖമായിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. ഇത് നമ്മൾ കുട്ടികൾക്ക് വളരെ ഫേവറേറ്റായ ഒരു സാൻഡ്വിച്ചാണ് കേട്ടോ ആക്കുന്നത്. ഒത്തിരി ഹെൽത്തിയാണ്. അതിന് ഞാൻ വീറ്റ് ബ്രെഡാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് സാധാരണ സാൻഡ്വിച്ച് ബ്രെഡ് എടുത്താലും മതി. പിന്നെ ക്യാപ്സിക്കം, അതുപോലെ തന്നെ ഒരു 3 പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്, ഒരു മീഡിയം വലിപ്പത്തിൽ, ഒരു സവാള. ഇതിൽ നമുക്ക് ഇനിയും വെജിറ്റബിൾസ് ആഡ് ചെയ്യാം കേട്ടോ. ഞാൻ പിന്നെ ഇവിടെ കുട്ടികളുടെ പ്രിഫറൻസ് അനുസരിച്ച് ആഡ് ചെയ്തെന്നേ ഉള്ളൂ. പിന്നെ നമ്മൾ കുറച്ച് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മല്ലിയില, പുതിന എടുത്തിട്ടുണ്ട്. കുറച്ച് ചാറ്റ് മസാല എടുത്തിട്ടുണ്ട്. അതുപോലെ ഇച്ചിരി കുരുമുളകും പിന്നെ ചീസും ബട്ടറും ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമുക്ക് ഉപയോഗിക്കാം. ഞാനിവിടെ ചീസ് സ്പ്രെഡ് എടുത്തിരിക്കുന്നത്. സാധാരണ ഏത് ടൈപ്പ് ചീസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ പൊട്ടറ്റോ നമുക്കൊന്ന് പുഴുങ്ങണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് കുക്കറിലേക്ക് ഇട്ടിട്ട് ഒരു 2 to 3 വിസിൽ ഇട്ട് അതൊന്ന് പുഴുങ്ങിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഒന്ന് ചോപ്പറിലിട്ടൊന്ന് ചതച്ചെടുക്കാം. അതായത് ഇതുപോലെ ഞാൻ ചതച്ച് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി നമ്മൾക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഗ്രീൻ ചട്നി ആക്കാം. അതിന് വേണ്ടി ഞാൻ കുറച്ച് ഇഞ്ചി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 വെളുത്തുള്ളി, പച്ചമുളക്, അതുപോലെ തന്നെ കുറച്ച് മല്ലിയില, ഒരു പിടി, അതുപോലെ ഇച്ചിരി പുതിന, ഇത്രയും ഇട്ട് കുറച്ച് ഉപ്പും ഒരു ശകലം വെള്ളം മതി കേട്ടോ. ഒന്ന് അരഞ്ഞ് കിട്ടാൽ മതി. നമുക്ക് ലൂസ് കൺസിസ്റ്റൻസി അല്ല വേണ്ടത്. അതുപോലെ ഇച്ചിരി നാരങ്ങ നീരും കൂടി ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ കുറച്ചൊരു തിക്ക് കൺസിസ്റ്റൻസിയിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്തെടുക്കേണ്ട പോലെയാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇതൊക്കെ ഞാനിങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു രൂപത്തിലാണ് വേണ്ടത്. ഓക്കെ, പച്ചമുളക് ഇതിൽ ചെറിയ കുട്ടികൾക്കാണെങ്കിൽ നമുക്കത് അവോയ്ഡ് ചെയ്യാം. അല്ലെങ്കിൽ ഇച്ചിരി ഇട്ടാൽ മതി, ഒരു കുറവുള്ള നോക്കിയിട്ട് വളരെ ശകലം ഇട്ടാൽ മതി. ഇനി നമുക്ക് വെജിറ്റബിൾസ് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാൻ ആദ്യം ക്യാപ്സിക്കം ഇതുപോലെ റൗണ്ടായിട്ട് ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. ഇതേപോലെ തന്നെ നമുക്ക് സവാളയും കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ റിങ് ഷേപ്പിൽ റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് റിങ്സ് ആയിട്ട് എടുക്കുക. അപ്പോൾ ആ ഒരു ഷേപ്പിലാണ് നമ്മളിത് പ്രസൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത് കൂടാതെ വേറെ എന്തെങ്കിലും വെജിറ്റബിൾസ്, ഫോർ എക്സാമ്പിൾ തക്കാളി യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ. ഓക്കെ, അപ്പോൾ അതൊക്കെ ഒരാളെ ഇഷ്ടം അനുസരിച്ചാണ്. ഇവിടെ മക്കളൊന്നും കഴിക്കാത്തതാണ് ഞാൻ ജസ്റ്റ് ഇത് രണ്ടും ഇടുന്നുള്ളൂ. അപ്പം നമ്മളെല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പൊട്ടറ്റോ ബോയിലായിട്ടുണ്ട്, അതൊന്ന് പീൽ ചെയ്തെടുക്കണം. അതുപോലെ ഒന്ന് മാഷ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നമുക്ക് അതാണ് നമ്മളെ മെയിൻ സ്റ്റെപ്പ്. ഞാൻ ഇതുപോലെ ഒരു മാഷർ വെച്ചിട്ടാണ് മാഷ് ചെയ്തെടുക്കുന്നത്. ജസ്റ്റ് തവി വെച്ചിട്ടൊന്ന് ഉടച്ചു കൊടുത്താലും മതി. ഓക്കെ, അപ്പോൾ അതൊന്ന് നല്ല ഈവണായിട്ട് ഫുള്ളായിട്ട് ഉടച്ചെടുക്കുക. അപ്പം നമുക്ക് ഇതുപോലെ ഇതിൻ്റെ കുറച്ച് കട്ടിങ്ങും അതുപോലെ ചട്നിയൊക്കെ ആക്കി വെക്കുകയാണെങ്കിൽ, ഗ്രീൻ ചട്നിയൊക്കെ ആക്കി വെച്ചാൽ നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ഇത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി വയ്ക്കാം. അപ്പോൾ കുട്ടികളുടെ ഫേവറേറ്റ് ഐറ്റം ആണല്ലോ സാൻഡ്വിച്ച്. അപ്പം നമുക്ക് മാക്സിമം അവരെ കൊണ്ട് വെജിറ്റബിൾസൊക്കെ കഴിപ്പിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് സാൻഡ്വിച്ച്. അതിനകത്ത് നമുക്ക് ഒരുവിധപ്പെട്ട എല്ലാം സ്റ്റഫ് ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പം ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഇച്ചിരി സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. അതിനകത്തേക്ക് ഞാൻ ഇച്ചിരി ജീരകം, ഒരു 1/2 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ ചതച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് അതിനകത്തേക്ക് ഇച്ചിരി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അതിട്ടിട്ട് നമ്മളൊന്ന് നന്നായിട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കുക. അധികം മസാലയൊന്നും നമ്മളിതിൽ ആഡ് ചെയ്യുന്നില്ല കേട്ടോ. വളരെ സിമ്പിളാണ്, അതുകൊണ്ട് വയറിന് നല്ലതാണ്. ഇനി അതിലേക്ക് മാഷ് ചെയ്ത പൊട്ടറ്റോ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മൾ എല്ലാ പൊട്ടറ്റോ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. കാരണം ഇതിലേക്ക് വേവിക്കുമ്പോൾ ഉപ്പൊന്നും ഇട്ടിട്ടില്ല. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ പൊട്ടറ്റോയിൽ ഇതിൻ്റെ ഇഞ്ചി, വെളുത്തുള്ളി, ഇതിൻ്റെയൊക്കെ ഫ്ലേവർ ഒന്ന് നന്നായിട്ട് ഇറങ്ങി വരണം. അപ്പോൾ ഒന്ന് നന്നായിട്ട് ഒരു 5 മിനിറ്റോളം നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോഴേക്കും നല്ലൊരു ഫ്ലേവർ വരും. പിന്നെ അതിനകത്തേക്ക് ഒരു 1/4 മുതൽ 1/2 ടീസ്പൂൺ വരെ നമുക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് ചാറ്റ് മസാല ഇടുന്നുണ്ട്, ഒരു 1/4 ടീസ്പൂൺ മതിയാവും. അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ സാൻഡ്വിച്ചിൻ്റെ മെയിൻ ഫില്ലിങ്ങും റെഡിയാണ്. അപ്പം നമ്മുടെ ചാനലിൽ ഓൾറെഡി പലതരത്തിലുള്ള സാൻഡ്വിച്ചുകൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഷോർട്സ് ആയിട്ടും ലോങ് വീഡിയോ ആയിട്ടും ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും പോയി ചെക്ക് ചെയ്യുക. വ്യത്യസ്ത തരം സാൻഡ്വിച്ചുകൾ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പം നമ്മുടെ മസാല ഇപ്പോൾ റെഡിയാണ്.
അപ്പോൾ നെക്സ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്, ഈ ഫില്ലിങ്സ് ഒക്കെ വെച്ചിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഗ്രില്ലിംഗ് പാൻ വെച്ചിട്ടുണ്ട്. ഇതുപോലത്തെ ഇതാവുമ്പോൾ നമുക്ക് ആ ഗ്രില്ല് ചെയ്ത ടെക്സ്ചർ കിട്ടുകയും ചെയ്യും. അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഗ്രില്ല് ചെയ്യുന്ന ഗ്രില്ലർ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഞാൻ വീറ്റ് ബ്രെഡാണ് നേരത്തെ പറഞ്ഞ പോലെ എടുക്കുന്നത്. അപ്പോൾ നമ്മളിതുപോലെ 2 സ്ലൈസ് ബ്രെഡ് എടുക്കുക. അതിലേക്ക് ഞാൻ ഇച്ചിരി ബട്ടറൊന്ന് തടവി കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ചീസ് സ്പ്രെഡ് ഒന്ന് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ചീസ് ഓപ്ഷനിലാണ്, കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് യൂസ് ചെയ്യുക. ഇനി നിങ്ങളാണ് കഴിക്കുക, നിങ്ങൾക്ക് അധികം ഫാറ്റ് കണ്ടൻറ്റ് വേണ്ട ഉണ്ടെങ്കിൽ നമുക്ക് ഈ ചീസ് ഒഴിവാക്കാവുന്നതാണ്. കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഇതുപോലെ സ്പ്രെഡ് ആണെങ്കിൽ നമുക്ക് അതിലേക്ക് സ്പ്രെഡ് ചെയ്യാൻ ഈസിയാണ്. അല്ലെങ്കിൽ ചീസ് സ്ലൈസോ ക്യൂബ്സ് ഗ്രേറ്റ് ചെയ്തിട്ടോ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം കേട്ടോ. ഇനി മറ്റേ സ്ലൈസ് എടുത്തിട്ട് നമ്മൾ അതിന് മുകളിൽ ഇച്ചിരി ബട്ടർ ഒന്ന് ഇട്ട് കൊടുക്കുക. ബട്ടർ ആക്ച്വലി നമ്മൾ ഇത് ടോസ്റ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ പുറത്ത് ആ സമയത്ത് ഇട്ട് കൊടുത്താലും മതി. ഞാൻ ജസ്റ്റ് അതിൻ്റെ ബാക്കിൽ കുറച്ചാക്കി വെച്ചു എന്നേ ഉള്ളൂ. ഇനി നമ്മൾ അരച്ച ഗ്രീൻ ചട്നി ഉണ്ടല്ലോ, അത് നമ്മൾ ഈ രണ്ടാമത്തെ സ്ലൈസിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഈവണായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുഞ്ഞു മക്കൾക്കൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എരിവ് നോക്കിയിട്ട് ഗ്രീൻ ചില്ലി മാക്സിമം ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ പൊട്ടാറ്റോ ഫില്ലിങ് ഇട്ട് കൊടുക്കുക. മാക്സിമം നല്ല രീതിയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ. നമുക്ക് ഇതിനകത്ത് ഈ വെക്കുന്ന ഇപ്പോൾ ഒനിയനും ക്യാപ്സിക്കും ഒന്നും അറിയത്തേ ഇല്ല. കുട്ടികൾ വീണ്ടും വീണ്ടും ഡിമാൻഡ് ചെയ്യും നിങ്ങളിതൊരു തവണ ആക്കി കൊടുത്താൽ. അപ്പോൾ വലിയവർക്കും മുതിർന്നവർക്കൊക്കെ ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സാൻഡ്വിച്ചാണ്. അപ്പോൾ ഇതിന് മുകളിൽ ഞാൻ ഇച്ചിരി ചാറ്റ് പൗഡർ ഇതുപോലെ തൂവി കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിത് അടച്ചു വെച്ചിട്ട് ഇതിൽ മുകളിലത്തെ 2 ലെയറിലും നമ്മൾ 2 ഭാഗത്തും നമ്മൾ ബട്ടർ ആക്കി കൊടുക്കണം. അപ്പോൾ പാനിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്താൽ മതി, അപ്പോൾ ഈസി ആയിരിക്കും. അതാണ് പെട്ടെന്ന് നമുക്ക് ഈസി ആയിട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു വഴിയാണ്. ഓക്കെ, അപ്പം ഞാനിതുപോലെ ഇച്ചിരി സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിത് പാനിൽ വെച്ച് 2 സൈഡും ഈവണായിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ എളുപ്പമല്ലേ, നമ്മൾ ജസ്റ്റ് ആ പൊട്ടറ്റോൻ്റെ ഫില്ലിങ് ആക്കുക എന്നുള്ളതും ആ ചട്നി അരച്ച് വെക്കണം, അതേൽ കുറച്ച് പണിയുള്ളൂ. അതൊരു തവണ കുറച്ചധികം ആക്കി വെച്ചാൽ നമുക്ക് 2 ദിവസത്തേക്കൊക്കെ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ഇതിങ്ങനെ പാനിലേക്ക് ബട്ടർ ഇട്ടിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് നമ്മുടെ ടോസ്റ്റ് വെച്ച് കൊടുക്കാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ ഫാമിലി ഇപ്പം 100 തികഞ്ഞ് 105 അപ്പം സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട്. ഇനി ഇതുപോലെ സപ്പോർട്ട് ചെയ്യണം. ഞാനെന്നും നല്ല വീഡിയോസായിട്ട് വരുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും പർട്ടിക്കുലർ റെസിപ്പി കാണാൻ ആഗ്രഹമുണ്ടെങ്കിലും തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. അപ്പം നമ്മുടെ ടോസ്റ്റ് റെഡിയാണ്. നല്ല ടേസ്റ്റിയാണ്, വളരെ ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ളൊരു സാൻഡ്വിച്ചാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ. ഇനി മറ്റൊരു റെസിപ്പി ആയിട്ട് കാണുന്നവരേക്കും ബൈ.